മോൾജീസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ മെയിൻ ഡിഷിൻ്റെയും ബെസ്റ്റ് സൈഡ് ഡിഷായ എഗ് റോസ്റ്റാണ് ഇന്ന് തയ്യാറാക്കുന്നത്. വഴറ്റി കുറേ സമയമൊന്നും കളയാതെ വളരെ സിമ്പിളായി റെസ്റ്റോറൻറ്റ് സ്റ്റൈല് പ്രഷർ കുക്കറിൽ ഈ മുട്ടക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. വളരെ വേഗത്തിൽ അധികം ഓയിലൊന്നും ചേർക്കാതെ തേങ്ങയൊന്നും ഉപയോഗിക്കാതെ കുറിയ ഗ്രേവിയോടുകൂടി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു പ്രഷർ കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നന്നായി ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് 3 സവാള അരിഞ്ഞത് ഇടുക. കൂടെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ഇട്ടിളക്കുക. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിന് പകരം വെളുത്തുള്ളി ചതച്ച് ചേർക്കുകയോ അരിഞ്ഞ് ചേർക്കുകയോ ഒക്കെ ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ആക്കുക. ഇതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില അതും കൂടി ഇട്ടൊന്ന് ഇളക്കുക. ഇനിയും ഈ സമയം നമ്മൾ ഇതിനകത്ത് ചേർക്കാനുള്ള മസാലകളൊക്കെ റെഡിയാക്കി വെക്കണം. അതിനുവേണ്ടി ഇവിടെ ആദ്യം ചേർക്കുന്നത് 2 ടീസ്പൂണ് മുളക് പൊടിയാണ്. മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. മുളക് പൊടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കണം. അതിനുശേഷം 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടി. പെരിഞ്ജീരകം എങ്ങനെ പൊടിക്കാമെന്ന് മോൾജീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പെരിഞ്ജീരകം ഇതിന് നല്ലൊരു ഫ്ലേവർ നൽകും. ലോ ഫ്ലെയിമിൽ ഇപ്പോൾ എല്ലാം കൂടെ മിക്സ് ആക്കുക. അങ്ങനെ കുറച്ച് നേരം ഒന്ന് മിക്സായി കഴിഞ്ഞിട്ട് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർക്കുക. നന്നായിട്ട് ഇളക്കുക. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളവും ആവശ്യത്തിന് ഉപ്പ് ഒഴിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കുക. ഓയിലൊക്കെ കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. ഇനിയും ഇത് അടച്ച് വെച്ച് 2-3 വിസിൽ വരുന്നിടം വരെ വേവിക്കണം. അപ്പോൾ ഇത് വേകുന്ന സമയം ഞാൻ 4 മുട്ട പുഴുങ്ങി തോടെല്ലാം കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രഷർ കുക്കറിൽ 3 വിസിലൊക്കെ കഴിഞ്ഞു. അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ട് കുക്കറ് തുറന്ന് നോക്കുക. ഉള്ളിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്, സോഫ്റ്റായി കുറുകി വന്നിട്ടുണ്ട്. ഇനിയും ഇത് വീണ്ടും ഫ്ലെയിം ഓണാക്കി വെക്കുക. ഇനി ഇതിൻ്റെ ഗ്രേവി ലൂസ് ആക്കണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കുകയോ ചെയ്യാം. എന്നാൽ ഞാൻ ഈ കൺസിസ്റ്റൻസിയിലാണ് ഉപയോഗിക്കുന്നത്. ഈ സമയം ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വേണമെങ്കിൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ഷുഗർ ഇട്ട് ഇളക്കിയാൽ മതി. ടേസ്റ്റ് നന്നായി കൂടും. ഞാൻ പക്ഷേ ഷുഗർ ഉപയോഗിക്കുന്നില്ല. ഇനി ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ഇടുക. കുറച്ച് നേരം ഇതൊന്ന് ഇളക്കുക. കാരണം ഈ മുട്ടയിൽ ആ ഗ്രേവി അതിൻ്റെ മസാല എല്ലാം ഒന്ന് പിടിക്കട്ടെ. അങ്ങനെ എല്ലാം ഒന്ന് യോജിച്ച ശേഷം ഫ്ലെയിം ഓഫാക്കുക. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞ മല്ലിയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ വിതറാം. എന്നിട്ട് 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ചൂടോടെ സെർവ് ചെയ്യാം. ഉള്ളി വഴറ്റി സമയം കളയാതെയും എന്നാൽ രുചിയിലൊട്ടും കുറവില്ലാതെയും തയ്യാറാക്കിയ ഡെലീഷ്യസ് മുട്ട റോസ്റ്റ് ചോറിനും ചപ്പാത്തി, പൊറോട്ട, അപ്പം ഇതിൻ്റെ എല്ലാം ബെസ്റ്റ് കോമ്പിനേഷനാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ മുട്ടക്കറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത നല്ല ഒരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.